ബഹുമാനപ്പെട്ട പ്രൊഫസർ സുലൈമാൻ സാഹിബ്, ശ്രീ വെള്ളാപ്പള്ളി, ശ്രീ ബാബു, ബഹുമാനപ്പെട്ട ഫാദർ, മറ്റു INL മെഹബൂബ് മില്ലത്തിൻ്റെ മെഹബൂബുകളെ, സുഹൃത്തുക്കളെ, ഞാൻ വെള്ളാപ്പള്ളി നടേശനെ പിടിച്ചിരുത്തിയതാണ് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂടെ ഒരുമിച്ചാണ് സമുദായ സംവരണ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്നത്. ബാബുവിനറിയാ കാര്യം. അപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഞാൻ പറയണത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ് INL കൈകാര്യം ചെയ്തത്. പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂനപക്ഷത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളും ക്രിസ്ത്യാനിയും ഒന്നാവും. പക്ഷെ സംവരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തെറ്റും. കാരണം അവർ മുന്നോക്കവും നമ്മൾ പിന്നോക്കമാണ്. അതേസമയം ന്യൂനപക്ഷ പദവിയുടെ കാര്യം വരുമ്പോൾ ഈഴവരും നായന്മാരും ഒന്നാവും. കാരണം അവർക്ക് 50% സീറ്റുള്ളൂ, നമുക്ക് 100% ഇതാണ് പ്രശ്നം. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് 100% എടുക്കാം എന്ന് പറയുകയും അല്ലേ, പിന്നോക്ക സമുദായം, ഉദാഹരണമായിട്ട് ബാബുവിൻ്റെ സമുദായത്തിന് കേരളത്തിൽ 150 കോളേജ് എയ്ഡഡും 400-ലധികം സ്വയാശ്രയ കോളേജ് ഉള്ളപ്പോൾ ഒരു കോളേജ് പോലും ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഫസൽ ഗഫൂറിന് MESന് 30 കോളേജുള്ളവർക്ക് 100% എടുക്കാം, മറ്റവർക്ക് ഒന്നും പകുതി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കാത്തത് അതുകൊണ്ടാണ്. ഞാൻ ആദ്യം തൊട്ടേ യോജിച്ചിട്ടില്ല. ഞാനത് യോജിച്ചില്ല. എന്താ കാരണം, അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യം, നിങ്ങൾ ഐക്യത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുക്കണം. അതേമാതിരി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതും ഒരു നിലക്ക് ശരിയല്ല. മുസ്ലിം സമുദായത്തിന് 20 കോളേജുകൾ ഉള്ളപ്പോൾ NSSനും SNDPക്കും കൂടെ കൂടിയിട്ട് കേരളത്തിൽ 36 കോളേജ് ഉണ്ട്. അതുപോലെ 22ഉം 14ഉം 36 മറ്റു ഹൈന്ദവം കൂടെ കൂടിയ 40 കോളേജ് ഉണ്ട്. അവിടെ ക്രിസ്ത്യാനികൾക്കാണ് മുൻതൂക്കം. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു, ആര് പ്രവർത്തിച്ചില്ല, ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഉദാഹരണം, ക്രൈസ്തവ സമുദായത്തിൻ്റെ മിഷണറി വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പിന്നെ ശ്രീ വെള്ളാപ്പള്ളിക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, മുസ്ലിമുകളുടെ അടുത്ത് ഒരുപാട് കോളേജ് ഉണ്ട് എന്നൊക്കെ. അത് തെറ്റാണ്. ഈ അൽ ഹുദ, അൽ മനാർ, അൽ മറ്റേന്നൊക്കെ പറയും, ഇതെല്ലാം കച്ചവടക്കാരുടെയാണത്. ഇവിടുത്തെ അണ്ടി കച്ചവടക്കാരൻ, ഓറഞ്ച് കച്ചവടക്കാരൻ്റെ കോളേജും സ്കൂളും ഒക്കെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തരുത്. അവിടെ ഒരു പൈസ കൂടുതൽ വേറെ സമുദായത്തിൽ പെട്ടവൻ കൊണ്ടുപോയി കൊടുത്താൽ, ഈ കോഴിക്കോട്ടുണ്ടല്ലോ വലിയൊരു കച്ചവടക്കാരൻ ഈ മാവൂർ റോട്ടിൽ, മനസ്സിലല്ലേ, അവിടെ ഒരു 5 പൈസ കൂടുതൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ ആ സീറ്റ് അവർക്ക് കൊടുക്കും. അതേസമയം MES സ്ഥാപനങ്ങൾ ഫീസ് കൂടുതലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആയിരിക്കും വന്ന് നോക്കാം അവിടെ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലുള്ളതെന്ന്. ഒരു സംശയവും വേണ്ട. പണ്ടൊക്കെ ഇവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ഇവരൊക്കെ വന്ന് അവരെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയില്ലേ. ദേവർ കോയിലിൻ്റെ മകളോടെ പഠിക്കുന്നില്ലേ, പറയട്ടെ. മെഡിക്കൽ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ആരാ കൂടുതൽ പഠിക്കുന്നതല്ലേ? ഞാൻ ചാലഞ്ച് ചെയ്യില്ല നിങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇടക്ക് എന്താ പറ്റി പോകണമെന്ന് വെച്ചാൽ, ശ്രീ വെള്ളാപ്പള്ളി ശുഭിതനാണ്. എന്തുകൊണ്ടാണ് ശുഭിതൻ എന്ന് പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞല്ലോ, ചിലർ അധികാരം കിട്ടുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി അതാണ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്നുള്ളത്. അധികാരത്തിന് വേണ്ടിയിട്ട് പിന്നോക്ക സമുദായങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ മുന്നോക്ക സമുദായങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി മുന്നോക്കത്തിൽ പിന്നോക്കം ഇതിൻ്റെ നിയമം പാസ്സാക്കുമ്പോൾ തീർച്ചയായും വെള്ളാപ്പള്ളി ശ്രീ നടേശന് പരാതി ഉണ്ടാവും. പക്ഷേ ആ പരാതിയുടെ ഉത്തരം രാമലക്ഷ്മൺ നാവലിൽ അല്ല. അതിനെക്കാട്ടും നല്ലത് റാം റഹീം ആവുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. സുകുമാരൻ നായരാണല്ലോ രാമലക്ഷ്മണിലെ രാമൻ. അതേമാതിരി ഞങ്ങൾ 2ാം സ്ഥാനം എടുക്കാൻ തയ്യാറാണ് റഹീമായിട്ട്. റാം റഹീം അതെ അല്ലെ. സർദാർജി നമ്മുടെ കൂടെ സർദാർജി ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, റാം റഹീം കർത്താർ അല്ലേ. 3ാമത്തെ ആളെ ഞങ്ങൾ കൂട്ടാൻ തയ്യാറാണ്. അതുമാതിരി തന്നെ ഫാദറുണ്ട്, ഫാദറെയും നമ്മൾ കൂട്ടാൻ തയ്യാറാണ്. പക്ഷെ വളരെ സങ്കീർണമാണ് ഈ കാര്യം. കേരളത്തിൽ വളരെ സങ്കീർണമാണ്. കാരണം കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെറ്റപ്പുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ SNDP യോഗത്തിൻ്റെ ഒരു പരസ്യം കണ്ടു. അതിൽ കുറേ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്ര സ്ഥാപനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തെറ്റാണ്. ആ സ്ഥാപനങ്ങളുടെ എണ്ണം SNDPക്ക് കിട്ടിയത് തെറ്റാണ്. SNDP ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മുസ്ലിം പദം കണ്ടിട്ട് അതിൻ്റെ പേര് അതങ്ങനെ ചേർത്തവർ. അൽ അമീൻ കോളേജ് ഷൊർണൂർ, ആരുടെ കോളേജ് അത്?
ഗൾഫിലെ കുറെ കച്ചവടക്കാരുണ്ട്. ഒന്ന് ബാവാജിയുടെ അതിലൊന്ന്, മൂപ്പരെല്ലായിടത്തും കച്ചവടം ചെയ്യും. ബാവാജീനെ നിങ്ങൾക്ക് അറിയാലോ, എന്ത് കിട്ടിയാലും മൂപ്പര് കച്ചവടം ചെയ്യും വിദ്യാഭ്യാസ രംഗത്ത്. അത് പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും ഫസൽ ഗഫൂറാണ് കച്ചവടക്കാരൻ. ഫസൽ ഗഫൂർ അങ്ങനെ കച്ചവടക്കാരനാവും? ഒരു 5 പൈസ പോലും കിട്ടണില്ല എനിക്ക്, നമ്മൾ പൊതുസംഘടനകളല്ലേ എന്ന് പറയും. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ബാബുവും അതുമായി തന്നെ പുന്നല ശ്രീകുമാറും അതുമായി തന്നെ ദിനകരനും അതുമാതിരിയുള്ള ഒരുപാട് നേതാക്കന്മാർ, എഴുത്തച്ഛന്മാർ, ഈ വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. കേരളത്തിലെ OEC സമുദായങ്ങൾ എന്ന് പറഞ്ഞിട്ട് 8% വരുന്ന നമ്മുടെ ധീവരര്, എഴുത്തച്ഛന്മാര്, ചാലിയന്മാർ നമ്മുടെ ഡോബികള്, ഈ സമുദായങ്ങൾക്കൊന്നും കേരളത്തിൽ ഒന്നുമില്ല, അവർക്കൊന്നുമില്ല. അതുകൂടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും കാര്യപ്പെട്ട രംഗം. അല്ലാതെ ഇവിടെ ഒരു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി ഒന്നുമില്ലല്ലോ ഇവിടെ. ഇവിടെ വ്യവസായ മന്ത്രിയൊക്കെ ഉണ്ട്, പക്ഷെ വ്യവസായം ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ഇവിടെ വെയിറ്റ് ഉള്ളത്. അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം. അപ്പൊ ഭൂരിപക്ഷ സമുദായത്തിനെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരായിട്ട് വിട്ടുവീഴ്ച ചെയ്യണം. അവരായിട്ട് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ നമ്മൾ ചിലരൊക്കെ ഭയക്കുന്നുണ്ട്. എന്തെന്ന് ഈ ന്യൂനപക്ഷ പിന്നോക്ക ഇത് ഞാൻ വളരെ ദുഃഖിതനാണ്. കാരണം 1990 തൊട്ട് മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നോക്ക സമുദായങ്ങൾ വലിയ മുന്നേറ്റം നടത്തി. UP में मायावती के टाइम में, मुलायम सिंह के टाइम में, बिहार में नीतीश कुमार के टाइम में सभी पसमंडी लोग एक साथ मिलकर पूरा कांग्रेस का सरकारों को हटा दिया. लेकिन फायदा क्या हुआ? कोई फायदा नहीं हुआ. उसके बाद समझौता ही समझौता हुआ है हर जगह. समझौता हुआ था बिहार में सुशील कुमार मोदी के साथ, बीजेपी के साथ समझौता हुआ, मायावती और बीजेपी के साथ. तो ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സ്ഥലത്തും DMK, now INL secretary is sitting there, Nizamuddin, he knows quite well. DMK, the Muslims were supporting the DMK. What happened? DMK has aligned with BJP. No, it has already aligned once. Once in the past it has aligned. That is the time when the Coimbatore riots took place. So can we say that the philosophy of Periyar is able to save us? The philosophy of you are telling us, now somebody was telling, or Babu was telling, all of us are converted from the Hindu community. You told me that all of you are converted. Tamil Nadu irikkunna ella muslimukalum pinnokka samudayangallil ninnu madam maari vannavarana. Avarkku ellavarkkum സംവരണമുണ്ട് അവിടെ. പക്ഷേ സംരക്ഷണമില്ല. സംരക്ഷണം അവിടെയും പ്രശ്നമായിരിക്കണം. എന്താ കാരണം? ദ്രാവിഡ കഴക പാർട്ടികൾ തമ്മിലുള്ള തല്ലുപിടുത്തം കാരണം BJPയുടെ കൂടെ ചേരാണ് എല്ലാവരും ചേരാൻ. വേറെ വലിയൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് ജാതി വിപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലായിടത്തും. ഈ all parties are based in Tamil Nadu. We know Mudaliar party, Tevar party, AIDMK, Gaudar party, DMDMK. So all the parties, Chettiar party. So the so-called myth of the backward class unity is going out now. Sardar Sahib will agree with me that now the community is getting fragmented into castes. Finally, അവസാനമായി ഞാനൊരു കാര്യം പറയാണ്. മുസ്ലിം ഐക്യം പോലും വടക്കേ ഇന്ത്യയിലില്ല. After the Mandal Commission report has been put into action, what has happened? The Muslim community in North India has been divided into Pasmant, the backward, and the forward. That is why we find in certain areas the Muslims vote for Mayawati, in certain other areas they vote for Mulayam, in the third place they vote for Congress. Same thing occurs in some areas in Bihar, they are voting for JDU, some areas they are voting for RJD. So Jadi Vivattu, Jadi Unnippikunna, even though the OBC platform was set up in 1990 on the basis of Mandal, that is fragmented now due to disunity. And this fragmentation is going to lead to a victory of Narendra Modi. It is not because of that Narendra Modi is a good organizer. It is not because the media is backing him. It is not because he is practicing Hindutva politics. It is because of the disunity in the ranks of the MBD. What is MBD? Muslim
backward Dalit alliances in North India, even in Tamil Nadu or in South India. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സാഹസപ്പെട്ട വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിന് ഇനി ഒരുപാട് സെമിനാറുകളും ഒരുപാട് ചർച്ചകളും ആവശ്യമാണ്. ആ ചർച്ചകളിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട രാഷ്ട്രീയമില്ലാത്തവരെ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ നോക്കണ്ട. ഇനി എത്ര കാലം കൂടെ നടന്നാലും അകത്തേട്ട് കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും ഇതല്ലേ സംഭവം, അവരവരുടെ സിദ്ധാന്തങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കൂ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാനും നിങ്ങളുടെ കൂടെ അവരെല്ലാ വേദിയിലും ഞാനും വരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് വേദികൾ പങ്കെടുക്കാം, പങ്കിടാം, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നോക്ക സമുദായങ്ങൾ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാവുകയില്ല. മറിച്ച് ഇന്ന് വന്നിരിക്കുന്ന വിപത്ത് പിന്നോക്ക സമുദായങ്ങളുടെ അനൈക്യം കാരണം, അത് DMK ADMK ആയാലും RJD JDU ആയാലും SP BSP ആയാലും ആ അനൈക്യം കാരണം അധികപക്ഷവും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് സർദാർ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദെയർ, ബട്ട് നജമുദ്ദീൻ പറയുന്നത് എന്നോട് രഹസ്യമായി പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിവരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.